നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുട്ടിലിഴഞ്ഞും കല്ലുപ്പിൽ നിന്നും ശയനപ്രദക്ഷിണം നടത്തിയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സഹനത്തിന്റെ സമരമുറകൾ പലതും പയറ്റിയിട്ടും വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് നിരാശയാണ് ഫലം. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമരം ചെയ്യുന്ന 3 വനിതാ ഉദ്യോഗാർത്ഥികൾക്കുൾപ്പെടെ 45 പേർക്ക് ഇന്നലെ നിയമന ശുപാർശ ലഭിച്ചിരുന്നു. എന്നാൽ പരമാവധി നിയമനം നടത്തണമെന്നാണ് സമരം തുടരുന്നവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസവും പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്തും റീത്ത് വെച്ചും സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു തവണ പോലും ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഒഴിവുകൾ പൂർണ്ണമായും പുറത്തുവിടാതെ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് സമരക്കാരുടെ പ്രധാന ആരോപണം. ഈ മാസം തുടക്കത്തിലാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ 18 ദിവസം വെയിലും മഴയും പ്രതികൂല കാലാവസ്ഥയും മാത്രമല്ല, സർക്കാരിന്റെയും CPM നേതാക്കളുടെയും നിരന്തര പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നാണ് ഉദ്യോഗാർത്ഥികൾ മടങ്ങാനൊരുങ്ങുന്നത്. സമരക്കാർക്ക് വാശിയല്ല ദുർവാശിയാണെന്നാണ് PK ശ്രീമതിയുടെ പ്രതികരണം. സമരം തുടങ്ങുന്നവർക്ക് അത് അവസാനിപ്പിക്കാനുള്ള ധാരണയും വേണമെന്നായിരുന്നു ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ നിലപാട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 20-നാണ് 964 പേരുൾപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്ന് അർദ്ധരാത്രിയോടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന സമയം ഹാൾ ടിക്കറ്റും റാങ്ക് പട്ടികയും കത്തിച്ച് സമരക്കാർ തലസ്ഥാനത്തോട് വിട പറയും. സിവിൽ പോലീസ് ഓഫീസറുടെ പുതിയ റാങ്ക് ലിസ്റ്റ് മറ്റന്നാൾ PSC പ്രസിദ്ധീകരിക്കുകയും ചെയ്യും.